അഡ്വക്കേറ്റ് കിഷോർ ബാബു ABC-യിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ UDF-ൻ്റെ പുതുയുഗ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വിശിഷ്ടാതിഥിയൊക്കെ ആയിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. UDF-ന് വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇവരാന്തരികമായിട്ടല്പം അങ്കലാപ്പിലും നിൽക്കുന്നുണ്ട്. കാരണം BJP ഇവിടെ വലിയൊരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ടറിയാം. അത് പലപ്പോഴും ഇവരുടെ നഷ്ടത്തിലേക്കാണ് പോയിട്ടുള്ളത്. ആ അവസരത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടകയിൽ കണ്ട വാഗ്ദാന പെരുമഴ ഇപ്പോൾ കേരളത്തിലേക്കും വരികയല്ലേ? വാഗ്ദാന പെരുമഴ പലപ്പോഴും ഗവൺമെൻറ്റുകൾ ഫോം ചെയ്യുന്നതിന് മുമ്പായി ജനങ്ങളെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു ഇലക്ട്രോൾ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്താൽ മതി. അത് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് കോൺഗ്രസ് മറ്റു പല സംസ്ഥാനങ്ങളിലും തങ്ങളുടെ പ്രകടന പത്രികയിലും അല്ലാതുള്ള അനൗൺസ്മെൻറ്റുകളും നടന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് എക്സിക്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ പുതുയുഗ യാത്രയുടെ വിജയമോ പരാജയമോ അല്ല ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ VD സതീഷിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റൂ. കാരണം ആ യാത്രയിൽ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രാതിനിധ്യം തുടക്കത്തിൽ ഉദ്ഘാടനം മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങളിലുള്ള യാത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ബാനറുകളിലും പോസ്റ്ററുകളിലുമൊക്കെ നമുക്ക് ഒരു സിംഗിൾ തല മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. അത് പ്രതിപക്ഷ നേതാവിൻ്റെ. അപ്പോൾ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ എക്സ്ട്രീമായിട്ടുള്ള ഗ്രൂപ്പിസമാണ്. ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇതിനെ എങ്ങനെ തുരങ്കം വയ്ക്കാം എന്ന് ആലോചിക്കുകയും അപ്പോൾ ഒരു പുതിയ ആശയവുമായി അവർ മുന്നോട്ട് പോകും. ആ ആശയമായിരുന്നു പുതുയുഗ യാത്ര അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന മഹാത്മാഗാന്ധിജി ശ്രീനാരായണ ഗുരു സംഗമത്തിൻ്റെ വാർഷിക ആഘോഷം. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഡേറ്റുകളോ കൃത്യമായ വാർഷിക ആഘോഷത്തിൻ്റെയോ ഒരു ദിനമായിരുന്നില്ല ആ ചടങ്ങിൻ്റെ ദിവസം. ഈ ചടങ്ങിൻ്റെ ദിവസത്തിൻ്റെ പ്രാധാന്യം പുതുയുഗ യാത്ര അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു KC വേണുഗോപാൽ ഷോ അത് മാത്രമായിരുന്നു നടന്നത്. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളോ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളോ അദ്ദേഹം കേരള സമൂഹത്തിലും ഇന്ത്യയുടെ സമൂഹത്തിലും നൽകിയ സംഭാവനകളെക്കുറിച്ച് ഇത്രയും ഒരു ശതമാനം പോലും വിജ്ഞാനമില്ല എന്നെനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലൈവായി ശ്രദ്ധിക്കാനിടയായതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് മുസ്ലിം ലീഗ് നേതാവായിരുന്ന അബ്ദുൾ സമദാനിയാണ്. അബ്ദുൾ സമദാനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത്, രാഹുൽ ഗാന്ധി ശ്രീനാരായണ ഗുരുവിൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സമൂഹത്തിന് കൊടുത്ത മുദ്രാവാക്യത്തെയും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന മുദ്രാവാക്യത്തിന് വേണ്ടി അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത്, ഗുരുകുലത്തിൽ ഒരു മാവിൽ നിറയെ മാമ്പഴമുണ്ടായിരുന്നു. അതിൽ 5 മാമ്പഴം ഏതോ മോഷ്ടാക്കൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ ആശ്രമത്തിലില്ലായിരുന്നു. ആശ്രമത്തിലെ അന്തേവാസികൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസ് അവരെ ബ്രൂട്ടലായി മർദ്ദിച്ചു. ദേ ഹാവ് ബീറ്റൻ അപ്പ് വെരി ബ്രൂട്ടലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതറിഞ്ഞ ശ്രീനാരായണ ഗുരു ഉടൻ തന്നെ തൻ്റെ ശിഷ്യഗണങ്ങളെ ബന്ധപ്പെട്ടിട്ട് പറയുകയുണ്ടായി, ഈ വിഷയത്തിനൊരു ഒത്തുതീർപ്പില്ലാതെ ഞാൻ ആശ്രമത്തിലേക്കില്ല. ഈ നമ്മൾ ഈ കൊച്ചുകുട്ടികളൊക്കെ ഈ ബാലരമ അതുപോലുള്ള ഈ ബാലസാഹിത്യ കൃതികൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം സഹോദരന്മാരോടോ കൂട്ടുകാരോടോ പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സത്രേ വളർന്നിട്ടുള്ളൂ. കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ പടപൊരുതിയ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം പിഴിഞ്ഞുവെച്ചുകൊണ്ട് തൻ്റെ ജീവിതം തൻ്റെ സന്ദേശമാണെന്ന് കേരള സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും മാതൃകയാക്കി കൊടുത്ത് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളും അത് കേരള സമൂഹത്തിൽ നടത്തിയിട്ടുള്ള പരിവർത്തനങ്ങൾ, അത് കേരള സമൂഹത്തിലെ പിന്നോക്ക സമുദായത്തിൽ അടക്കം ഇഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അടക്കമുള്ള അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും പിടിച്ചെടുക്കുവാൻ വേണ്ടി അദ്ദേഹം സമാധാനത്തിൻ്റെ സന്ദേശത്തിലൂടെ ധീരമായ സമരത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്,
മാങ്ങാമോഷണ കേസിലെ പ്രതികളെ വെറുതെ വിടുന്നിടം വരെ ഞാൻ ആശ്രമത്തിലേക്ക് വരികയില്ല. അത്ര ബാലിശവും അത്ര ഇമ്മച്ചുറും അത്ര ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാതെ ഇപ്പോൾ ആയിരക്കണക്കിന് പേരെ KC വേണുഗോപാൽ കാശ് കൊടുത്ത് ബസ്സിനകത്ത് മണ്ഡലം കമ്മിറ്റിയെ ഉത്തരവാദിത്തപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ പ്രതിഫലനം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുറന്ന വേദിയാക്കി മാറ്റിയ ഈ സമ്മേളനത്തിൽ ഞാൻ ഒരു വരി പോലും കേട്ടില്ല. മഹാത്മാഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടന്ന കോൺവെർസേഷനിൽ ഇന്ത്യൻ സമൂഹത്തിന് കൊന്ന സന്ദേശം ഇതായിരുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ മുഖത്തു നിന്നോ വായിൽ നിന്നോ ഒരു അക്ഷരം പോലും ഞാൻ കേട്ടില്ല. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ആ സബ്ജക്റ്റിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപമ ഇത് മാത്രമേ ഉള്ളൂ ആ സബ്ജക്റ്റിൽ. പിന്നെ എങ്ങനെ പരിഭാഷയിൽ ഇത് കലർത്തിയതാ? അല്ല, പരിഭാഷകനിലേക്ക് ഞാൻ വരാം. പരിഭാഷകൻ പറയുന്നതല്ലേ ഇംഗ്ലീഷ് മനസ്സിലാകാത്ത മലയാളികൾ വളരെ കുറവാണ്. അതുകൊണ്ട് പരിഭാഷകന് തൻ്റെ കയ്യിൽ നിന്ന് കൂടുതലിടാൻ പറ്റത്തില്ല. എന്നാലും ഒരു പരുവത്തിനത് അഡ്ജസ്റ്റ് ചെയ്ത് സാവധാനി പറഞ്ഞു. അത്ര മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ മനുഷ്യത്വം വളർത്തുന്നത് മാങ്ങാമോഷണ കേസിലെ പ്രതികളെ പുറത്തിറക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ച അതാണോ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ? എനിക്ക് ഏറ്റവും വളരെ എന്താ പറയുന്നത്, ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തുറന്ന് പറയുകയാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തെക്കുറിച്ച്, ആ വാക്കത്തെ ഉപയോഗിച്ചില്ല, പ്രാർത്ഥനാഗീതത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് ശ്രീ KC വേണുഗോപാൽ എനിക്ക് വിവരിച്ചു തോന്നാം. എനിക്ക് ഭയങ്കര ചിരി. ആത്മോപദേശ ശതകമൊന്നും വായിക്കണ്ട. ശ്രീനാരായണ ഗുരു ഉയർത്തിയ ഏറ്റവും വലിയ തത്വം എന്ന് പറയുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണമെന്ന് പറയുന്നവർ ഒറ്റ വരി മതി. KC വേണുഗോപാൽ എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായി ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നാശത്തിൻ്റെ നടുക്കടലിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ ഒരു ഒറ്റ ശ്ലോകം മാത്രം കേട്ടാൽ മതി, അദ്ദേഹം ഒരു മനുഷ്യനായി മാറും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരേണമേ എന്ന്. അപ്പോൾ അത് രാഹുൽ ഗാന്ധി പറയാണ്, എൻ്റെ സുഹൃത്ത് ശ്രീ KC വേണുഗോപാൽ എനിക്ക് വിവരിച്ചു തന്നു ദൈവദശകത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ദ കോമാസ് ആൻഡ് ഫുൾ സ്റ്റോപ്സ് ആയിരക്കണക്കിന് പേജുകളുള്ള വിവർത്തനങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും. അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുള്ളത് SNDP പ്രസ്ഥാനമല്ല, ശ്രീനാരായണ ഗുരുകുലം എന്ന് പറയുന്ന, ഞാൻ ഉദ്ദേശിച്ചത് SNDP പ്രസ്ഥാനം എന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ശിവഗിരി മഠത്തിൻ്റെ വക്താക്കളല്ല, മറിച്ച് ശ്രീനാരായണ ഗുരുകുല മൂവ്മെൻറ്റാണ്. നടരാജഗുരുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി അദ്ദേഹത്തെ പോലെ ലോകം കണ്ട ഒരു സ്കോളറില്ലായിരുന്നു. ഉപനിഷത്തുകൾ, ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ ഉപനിഷത്തുകളെ സംസ്കൃതത്തിൽ നിന്നും മലയാളിവൽക്കരിച്ച സാധാരണ ജനങ്ങൾക്ക് ഉപനിഷത്ത് എന്ന് പറയുന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമായി വോളിയങ്ങളായി പ്രസിദ്ധീകരിച്ച ലോകം ആരാധിക്കുന്ന പരമപണ്ഡിതനായ നടരാജഗുരു, അദ്ദേഹത്തിൻ്റെ പാതകൾ പിന്തുടർന്നുകൊണ്ട് ഗുരു നിത്യ ചൈതന്യ യതി ആധ്യാത്മിക ലോകത്തിൽ നിന്ന് സമകാലീനമായിട്ടുള്ള സാഹിത്യ മേഖലകളിലേക്ക് വന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യ പുരസ്കാരമായ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നളിനി എന്ന കാവ്യശില്പം, കുമാരനാശാൻ്റെ നളിനി എന്ന കാവ്യശില്പത്തെക്കുറിച്ച് വ്യാഖ്യാനം എഴുതിയത് ഇന്നും ഒരു റിസർച്ച് മെറ്റീരിയലാണ്. അതിൻ്റെ അവസാനത്തെ ശ്രേണിയിൽ നിൽക്കുന്ന മുനി നാരായണ പ്രസാദ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെൻറ് ആദരിക്കുകയുണ്ടായി, പത്മശ്രീ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീനാരായണ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഈഴവ കമ്മ്യൂണിറ്റിയുടെ ബ്രാക്കറ്റിനുള്ളിൽ ഒതുക്കി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങളുണ്ട് എന്ന് കാണിക്കാൻ ഈ കോൺഗ്രസ് പാർട്ടി കാണിക്കുന്ന ഈ കോപ്രായം, അതല്ല ശ്രീനാരായണ തത്വങ്ങളും ശ്രീനാരായണീയ വിശ്വാസികളും ഈഴവ സമൂഹവും. മറിച്ച് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ സമ്മേളനത്തിൽ കേരളത്തിലെ എക്കാലത്തെയും കോൺഗ്രസിൻ്റെ നെടുനായകത്വം വഹിച്ചിരുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ ഒന്നാം നിരയിലുണ്ടായിരുന്നു. അതിലിന്ന് ജീവിച്ചിരിക്കുന്ന 4 ഈഴവ സമുദായത്തിൽപ്പെട്ട മുൻ KPCCയുടെ അധ്യക്ഷന്മാരുണ്ട്. ബഹുമാനായ വയലാർ രവിയുണ്ട്, ബഹുമാനായ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, ബഹുമാനായ VM സുധീരനുണ്ട്, ബഹുമാന്യനായ K സുധാകരനുണ്ട്. ഇത് 4 പേരെ ആ വേദിയിൽ 7 അയലത്തെടുപ്പിച്ചില്ല. രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും അടക്കമുള്ള
ഒരു നേതൃത്വ നിര ശ്രീനാരായണ തത്വങ്ങൾ പഠിപ്പിക്കുന്നതിന് മാങ്ങ പറിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ച ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തോട് വിളിച്ചു കൊടുക്കുന്ന ശ്രീനാരായണ സൂക്തത്തിൻ്റെ ഒരു സമ്മേളനമായി അധപ്പതിപ്പിക്കുന്ന ഒരു അവസ്ഥാന്തരമാണ് മിനിഞ്ഞാന്ന് കൊല്ലത്ത് നടന്ന മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സംവാദത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആചരണ ദിനത്തിൽ നമ്മൾ കണ്ടത്. പക്ഷേ UDF കുറിച്ച് പൊതുവെ ഒരു പരാതി തന്നെ ഉണ്ടല്ലോ, ഈ ഈഴവ പ്രാതിനിധ്യം വേണ്ട തരത്തിൽ ഇല്ല എന്ന്. അല്ല, ഈഴവ പ്രാതിനിധ്യം ഞാനൊരു കമ്മ്യൂണലായിട്ട് ഇതിനെ കാണുന്നില്ല. പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നമ്മൾ എടുത്താലും അടിച്ചമർത്തപ്പെടുന്ന സമുദായങ്ങൾ പലപ്പോഴും അത് കാസ്റ്റ് വൈസായിട്ട് തന്നെ തിരഞ്ഞെടുത്ത് വരുമ്പോൾ അത് ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അത് സംഭവിച്ചത് അമേരിക്കയിലാണ്. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്, ഐ ഹാവ് എ ഡ്രീം ദാറ്റ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ബ്ലാക്സ് ആൻഡ് വൈറ്റ്സ് ആർ വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ് ഓഫ് ദി സിറ്റി ദാറ്റ് ഡേ ഐ ആം റിംബിൾഡ് എന്നാണ് അദ്ദേഹം. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരനും വെളുത്ത വർഗ്ഗക്കാരനും എന്ന വർഗ വിവേചനമുണ്ടായിരുന്നതിൽ നിന്ന് ഇന്ത്യയുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥിതിയുടെ പരമോന്നത അവസ്ഥയിലായിരുന്ന കേരള സമൂഹത്തെ രക്ഷിക്കുവാനും ക്ഷേത്രാരാധന അടക്കമുള്ള ഞാൻ ശിവനെ പ്രതിഷ്ഠിക്കുന്നു, ഇത് ഈഴവ ശിവനാണെന്ന് ധൈര്യത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രം പഠിക്കുന്നവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാകും. ശ്രീനാരായണ ഗുരുവിന് മുൻപ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ ഒരു ചരിത്രം ഈഴവ സമുദായത്തിനുണ്ട്. അതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആറാട്ടുപുഴ എന്ന് പറയുന്ന പഞ്ചായത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിന് മുൻപേ ജീവിച്ച് ശ്രീനാരായണ ഗുരു അന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കുന്നതിന് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പടപൊരുതി യുദ്ധം ചെയ്ത് ഇന്നും അതിൻ്റെ സ്മാരകമായി മംഗലത്ത് ആ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചരിത്രം. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകാനല്ല ഈ വേദി ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇതാണ്. അങ്ങ് ചോദിച്ച ചോദ്യം പുതുയുഗ യാത്രയുടെ വിജയം. ഇത് പുതുയുഗ യാത്രയുടെ പരാജയത്തിൻ്റെ വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ചർച്ച നടത്തിയത്. ഇത് KC വേണുഗോപാൽ ഷോ. അപ്പോൾ അതിനകത്ത് വളരെ ശാസ്ത്രീയമായി മറ്റ് സമുദായ നേതാക്കന്മാരുടെയും മറ്റ് സംഘടനാ നേതാക്കന്മാരുടെയും അവർക്കൊന്നും ഇത് അറിയില്ലല്ലോ. ഇതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടനുള്ള പൊളിറ്റിക്സ്, ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ല. അത് കഴിയുന്നു. KC വേണുഗോപാലും രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ കയറി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ, അതായത് പുതുയുഗ യാത്ര നടക്കുന്ന തിരുവനന്തപുരം പുത്തരിക്കണ്ടൻ മൈതാനത്ത് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ദിവസം വൈകുന്നേരം പുതുയുഗ യാത്രയുടെ സമാപനം നടക്കുന്നതിൻ്റെ അന്ന് രാവിലെ ആലപ്പുഴയിൽ നിന്നും ഒരറിയിപ്പ് വരുന്നു, ശ്രീ KC വേണുഗോപാൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നു. ഏറ്റവും വലിയൊരു മെസ്സേജ് അല്ലേ അത്? വിശദമായൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമാണ്. ഞാൻ പറയാൻ വന്നത് ഇതൊരു ടോർപിഡോ മൂവ്മെൻറ്റ്. KC വേണുഗോപാലിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ, നമ്മളൊക്കെ ഡയറി എഴുതുന്നത് 2026 മാർച്ച് മാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡയറിയാണ് എഴുതുന്നത്. അദ്ദേഹം 2027 ഡയറി 26 എഴുതുന്ന ആളാണ്. പുതുയുഗ യാത്ര വൈകുന്നേരം സമാപിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ആക്ഷൻ പ്ലാൻ വേണം എന്നുള്ളത് വളരെ കണിശമായി അദ്ദേഹം വിശദീയമായി പഠിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയാൻ വരുന്നതല്ല. കേരളത്തിലെ UDF പ്രസ്ഥാനം മുസ്ലിം ലീഗിൻ്റെ വിൽ ആൻഡ് ഫാൻസിക്ക് വേണ്ടിയിട്ട് അടിയറവ് പറഞ്ഞിരിക്കുക. കേരളത്തിലെ UDF പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ശ്രീ K കരുണാകരനെ നയിച്ചിരിക്കുന്ന കാലഘട്ടത്തിലോ AK ആന്റണിയെ നയിക്കുന്ന കാലഘട്ടത്തിലോ മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം UDF ഉണ്ടായിരുന്നില്ല. ആ അപ്രമാദിത്വം ഇന്ന് നിലനിൽക്കുകയാണ്. നമ്മൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ മെയ് മാസത്തിൽ ഒരു ഗവൺമെൻറ് ഇവിടെ ഫോം ചെയ്യും. ഭൂരിപക്ഷം ആർക്കാണോ അവരുടെ ഒരു സർക്കാർ കേരളത്തിൽ ഫോം ചെയ്യും. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉയർത്താൻ പോകുന്ന ആദ്യത്തെ മുദ്രാവാക്യം ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, ഞങ്ങൾക്ക് 6 മന്ത്രിമാർ വേണം. കാരണം നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടല്ല, എന്തെങ്കിലും കാരണവശാൽ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഫോം ചെയ്തൊരു ചിന്ത വരുവാണെന്നുണ്ടെങ്കിൽ അത് മലബാർ ഏരിയയിൽ നിന്നുള്ള ഞങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കൊണ്ടാണ്. കാരണം അവർക്ക് അതിൻ്റെ സയൻസ് അറിയാം, ഇതിൻ്റെ രസതന്ത്രം അറിയാം.
കേരളത്തിലൊരു UDF ഗവൺമെൻറ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിൽ നിന്ന് 20നും 25നും ഇടയ്ക്ക് MLA-മാരെ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ ഗവൺമെൻറ് UDF ഫോം ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ നിലവാരം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 1 MLA, കൊല്ലം ജില്ലയിൽ നിന്ന് 2 MLA, ആലപ്പുഴ ജില്ലയിൽ നിന്ന് 1 MLA, പത്തനംതിട്ടയിൽ നിന്ന് ആരുമില്ല, 0. അതിൽ നിന്ന് ഈ പറയുന്ന ആ ന്യൂമറിക്കൽ നമ്പേഴ്സിലേക്ക് വരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഇന്നത്തെ പ്രയാസം ഉണ്ടാകും. ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഫോം ചെയ്യാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഇവരുടെ ബാർഗെയിനിങ് പെട്ടിക്കുള്ളിൽ വോട്ട് എന്ന് വീഴുന്നു, വോട്ടിംഗ് ഡേയുടെ കൗണ്ടിംഗ് ഡേയിലേക്ക് അവർ പോയില്ല. വോട്ടിംഗ് ഡേ ക്ലോസ് ചെയ്യുന്ന അന്ന് വൈകുന്നേരം ഇവരുടെ അവകാശവാദങ്ങൾ തുടങ്ങും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പുത്തിരിക്കണ്ടം മൈതാനിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്ത സമദാനി അബ്ദുൾ സമദാനി. അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളില്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ അത്ര വിദ്യാസമ്പന്നരായിട്ടും വിവരമുള്ളവരാരുമില്ലേ? മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈഴവ സമുദായത്തിൽപ്പെട്ട തലതൊട്ട നേതാക്കന്മാരെ ആരെ ആ സ്റ്റേജിൽ വരാനോ വിളിക്കാനോ അവരെ ക്ഷണിച്ച് ആദരിച്ചിരുത്താനുള്ള മാന്യത കാണിക്കാതിരുന്നിടത്ത് ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള മര്യാദ കാണിച്ചില്ല എന്ന് മാത്രമല്ല, പിറ്റേ ദിവസം വൈകിട്ട് നടന്ന സമ്മേളനത്തിലും രാഹുൽ ഗാന്ധിയുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ നിയമിതനായത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടത് സമദാനിയാണ്. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ എന്നും കഠാര കൊണ്ട് പെനട്രേറ്റ് ചെയ്ത ഒരു മുറിവായിരുന്നു മാധവിക്കുട്ടി. മാധവിക്കുട്ടിയിൽ നിന്ന് കമലാ സുരയ്യയിലേക്കുള്ള ഒരു വ്യക്തിയുടെ പരിണാമം, ആ പരിണാമത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് വലിയൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ്. പക്ഷേ കമലാ സുരയ്യയുടെ, മാധവിക്കുട്ടിയുടെ ചിരകാല സുഹൃത്തായിരുന്ന ഒരു കനേഡിയൻ റൈറ്റർ ഉണ്ടായിരുന്നു. അവരുടെ പേര് മെർലി വെൽബിൻ എന്നാണ്. അവരൊരു പുസ്തകം എഴുതിയിരുന്നു, ദ ലവ് ക്യൂൻ ഓഫ് മലബാർ. അവസരം കിട്ടുകയാണെങ്കിൽ അതെടുത്ത് വായിക്കണം. ഇംഗ്ലീഷിലാണ്. മലയാളത്തേക്കാൾ കൈവെള്ളയിലിട്ട് അമ്മാനമാണെന്നൊരു ഭാഷയായിരുന്നു മാധവിക്കുട്ടിയെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് ഭാഷ. അതിലവർ പറയുന്നുണ്ട്, തൻ്റെ 65-ാം വയസ്സിലാണ് അവർ മുസ്ലിം മതം സ്വീകരിക്കുന്നത്. അതിന് കുറച്ച് നാൾ മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് സയ്യിദ് അലി എന്ന് പറയുന്ന 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. ആ സയ്യിദ് അലി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇന്ന് നമ്മൾ കാണുന്ന സമദാനി. അന്നും അദ്ദേഹം മുസ്ലിം നേതാവാണ്, അന്നും അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. ആ പുസ്തകം വായിക്കണം. അതിൻ്റെ ഓരോ വരികളിലും വായിച്ചു കഴിഞ്ഞാൽ ഈറനിഴിഞ്ഞ കണ്ണുകളുമായി അല്ലാതെ അത് വായിച്ചു തീർക്കാൻ പറ്റില്ല. മലയാള സാഹിത്യത്തിൻ്റെ കുലപതിയായിരുന്ന, മലയാള സാഹിത്യത്തിൽ എന്നും നമ്മളൊക്കെ വിനയാന്വിതമായി മാത്രം സ്മരിക്കുക പോലും ചെയ്യുന്ന ആ തറവാട്ടിൽ നിന്ന്, ആ പാരമ്പര്യത്തിൽ നിന്ന്, ബാലാമണിയമ്മയുടെ, മലയാളികളുടെ വനിതകളുടെ പാരമ്പര്യത്തിൻ്റെ മകുടോദാഹരണമായ ബാലാമണിയമ്മയുടെയും ആ തറവാട്ടിൻ്റെയും പ്രിയപുത്രി തൻ്റെ ഭൗതിക ശരീരം പാളയം ജുമാപ്പള്ളിയിൽ സംസ്കരിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതൊരു വലിയ ഒരു മെസ്സേജായിരുന്നു. കാരണം എത്ര ഉന്നതരായിട്ടുള്ളൊരു ഹിന്ദു തറവാട്ടിലുള്ള ഒരാളായാലും ശരി, അവരുടെ ഏജ് 65-ാമത്തെ വയസ്സിലാണ് ഈ അമ്മ മുസ്ലിം മതം ഔദ്യോഗികമായി സ്വീകരിച്ച് പർദ്ദ അണിഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ വരുന്നത്. അപ്പോൾ എത്ര ഉന്നതരായാലും ശരി, എത്ര വിശിഷ്ട വ്യക്തികളായാലും ശരി, എത്ര പണ്ഡിതരായാലും ശരി, അവരെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് കേരള സമൂഹത്തിൽ തെളിയിച്ചു കൊടുത്ത സമദാനിയാണ് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ദർശനങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹമാണ് പുതുയുഗ യാത്രയിൽ ഒരു കോൺഗ്രസ്സുകാരനുമില്ല, നിരന്നിരിക്കുകയാണ് 100-100 എണ്ണം സ്റ്റേജിൽ. സദസ്സിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ സ്റ്റേജിലിരിക്കുകയാണ്. എല്ലാവരും ലോ ഗ്രാജുവേറ്റ്സും അഡ്വക്കേറ്റ്സും ABCD ആണ്. ഒരാളിനെ അവർക്ക് അതിനകത്തൊന്നും സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം വെളിവാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ ആധിപത്യം വരാൻ പോകുന്ന ദിവസങ്ങളിൽ UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യുകയാണ്.
കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽ, ഞാൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനകത്ത് ഞാൻ വലിയ തെറ്റ് കാണുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്, ഞാൻ മുസ്ലിം സമുദായത്തിനെതിരല്ല. അദ്ദേഹത്തിന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള പ്രശ്നമാണ്, വളരെ സ്പെസിഫിക്കാണ്. ഞാൻ മുസ്ലിം, എൻ്റെ സുഹൃത്തുക്കളാണ് മുസ്ലിം, എൻ്റെയും സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കോൺഗ്രസിൽ കൂടി കേരളത്തിൽ അവരുടെ ആധിപത്യം തേരോട്ടം ഓടിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഏറ്റവും മകുടോദമായ ഉദാഹരണമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കൊല്ലത്ത് നടന്നതും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് നടന്നതും. വി ഡി സതീശൻ്റെ പൊതുയോഗയാത്രയുടെ പ്രസക്തി ആ ട്രാൻസ്ലേഷനോടുകൂടി ഇല്ലാതായി. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ മനസ്സിൽ എന്നും തേങ്ങലും വിങ്ങലുമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു മാധവിക്കുട്ടിൽ നിന്നും കമലാ സുരയ്യയിലേക്കുള്ള പ്രയാണം. അത് കൊണ്ടുചെന്ന് എത്തിച്ചത് അതിൻ്റെ രോദനം, അതിൻ്റെ തേങ്ങൽ, അതിൻ്റെ വിങ്ങൽ, അതിൻ്റെ ദുഃഖം ഇന്നും ഒരു ഹിന്ദുവായിട്ട് ജനിച്ചവൻ്റെ മനസ്സിൽ ഒരു വേങ്ങൽ, ഒരു തേങ്ങലായി നിൽക്കുക. അതിന് നിർണായകത്വം വഹിച്ച ഒരാൾ കേരളത്തിലെ UDF പ്രസ്ഥാനത്തിനെ നയിക്കുവാനായി തൊപ്പിയും വെച്ചിറങ്ങിയാൽ കേരളത്തിലെ ഹിന്ദു സമൂഹം കൈയും കെട്ടിയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കുന്നുണ്ടോ? അവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. കഴിഞ്ഞ കാലങ്ങളിൽ UDF LDF എന്നുള്ളൊരു ബദലില്ല. ഇന്ന് NDA എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ശക്തനായ ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്. നിരത്തി നിർത്തുവാൻ പറ്റുന്ന കൊലകൊമ്പന്മാരായിട്ടുള്ള BJPയുടെ നേതാക്കന്മാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. ഒരു പ്രയാണം ആരംഭിക്കും ഞങ്ങൾ. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു തേരോട്ടം നടത്തും. ആ തേരോട്ടത്തിന് മുമ്പിൽ ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന UDFന്റെ ഈ യാത്ര പതനത്തിലായിരിക്കും അവസാനിക്കുന്നത്. ഒരു കാര്യമാണ് ഞാൻ പറയാം, വി ഡി സതീശൻ 32 ദിവസം വെയിൽ കൊണ്ടു എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം 32 ദിവസം വെയിൽ കൊണ്ടത്, ഇദ്ദേഹം KC വേണുഗോപാൽ 3 മണിക്കൂർ കൊണ്ട് പൊളിച്ച് കൈ കൊടുത്തു. അത് അതിൻ്റെ പൊളിറ്റിക്സ്, കോൺഗ്രസ് പൊളിറ്റിക്സ് അറിയാമെന്ന് അതിൻ്റെ കൃത്യമായി ഒരു അവലോകനം നടത്താൻ പറ്റും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.